നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചായക്കടകളിൽ കിട്ടുന്ന പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും കൂടെ കിട്ടുന്ന ആ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. സവാളയൊക്കെ നല്ലതുപോലെ ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ആ ഒരു മുട്ടക്കറിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഏകദേശം 1/2 കുടം മുതൽ 1 കുടം വരെ എടുക്കാം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും, 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് 4 ഇടത്തരം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ അത്രയെങ്കിലും എടുക്കണം, എന്നാലേ ഒരു ഗ്രേവിക്കൊരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. ഇനി സവാള വഴറ്റാനായിട്ട് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് കിട്ടും. സവാള വഴന്ന് ഒന്ന് കട്ടി കുറഞ്ഞ് വാടി ആ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളി സവാളയും കൂടെ ചേർന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് 1-2 കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഈ നാടൻ കറികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ആ കറിയുടെ ഒരു ടേസ്റ്റും അതുപോലെ നല്ലൊരു മണവും കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ വലിയ എരിവ് കാണത്തില്ല, തക്കാളി ചേർക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയും മസാലയും ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി ആ മസാലയുടെ പച്ചമണം മാറ്റിയെടുക്കണം. ഈ പച്ചമണം മാറിയില്ലെങ്കിൽ കറിക്കൊരു കുത്ത് ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുത്തൽ ഒഴിവാക്കാൻ വേണ്ടി മസാല നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. സാധാരണ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, ചൂടുവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കണം. ഈ ഗ്രേവി ഒന്ന് അടച്ചു വെച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ. ഗ്രേവി കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയിട്ട് വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 7-8 മുട്ടയുടെ ഗ്രേവിയാണ്. ഇപ്പോൾ 7 മുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 8 വരെയൊക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വീണ്ടും വെക്കുക. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അതിൻ്റെ അടപ്പ് മാറ്റി ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. ആവശ്യത്തിന് എരിവും അതുപോലെ തന്നെ തക്കാളിയുടെ ചെറിയൊരു പുളിയും ഗരം മസാലയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉള്ള സാധാരണ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണിത്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പൊറോട്ടയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് മുട്ടക്കറികളുടെ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് മുട്ട കുറുമ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അതൊരു ഇന്നോവേറ്റീവ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട ഒരു മുട്ടക്കറിയുണ്ട്, തേങ്ങ അരച്ചൊരു മുട്ടക്കറി. ഇതെല്ലാം ഒരു കിടിലൻ ടേസ്റ്റുള്ള മുട്ടക്കറികളാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ടേസ്റ്റും കൂടെയാണ് ആ മുട്ടക്കറികൾക്കെല്ലാം. അപ്പം ഞാനതിൻ്റെ ലിങ്കുകൾ ഈ ഒരു വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ നോക്കി അത് ഇഷ്ടപ്പെട്ട ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.